എട്ട് കേന്ദ്രമന്ത്രിമാരുണ്ടായപ്പോ ആന്റണിയും വയലാർ രവിയും KV തോമസും മുല്ലപ്പള്ളി രാമചന്ദ്രനും ശശി തരൂരും കൊടിക്കുന്നിൽ സുരേഷും KC വേണുഗോപാലും എല്ലാം കൂടെ ഉണ്ടായിരുന്നല്ലോ. 8 കേന്ദ്രമന്ത്രിമാരുണ്ടായിരുന്നല്ലോ കേരളത്തിൽ നിന്നും. എന്റെ എയിംസ് വന്നില്ല. തൃശ്ശൂർ എംപിക്ക് മറ്റൊരു താല്പര്യമുണ്ട്, അതുകൊണ്ട് അത് തൃശ്ശൂർ കൊണ്ടുപോകണം എന്നത് അടക്കമുള്ള ഇരട്ടത്താപ്പ്. 8 കേന്ദ്രമന്ത്രിമാരുണ്ടായിരുന്നില്ല കേരളത്തിൽ. അതിന് പരിഹാരം ഉണ്ടാവണം. എയിംസ് വരും എന്ന് പറഞ്ഞാൽ എയിംസ് വരണം, അതിന് വേണ്ടിയിട്ടാണ് ഇടപെടൽ നടത്തേണ്ടത്. ഈ സർക്കാർ വന്നതിന് ശേഷം എയിംസുകളുടെ എണ്ണം ഞാൻ താങ്കൾ എയിംസിനെ പറ്റി പറഞ്ഞുകൊണ്ട് ഒരു കണക്ക് ഞാൻ പറയാം. താങ്കൾ എയിംസിനെ പറ്റി പറഞ്ഞുകൊണ്ട് ഞാനൊരു കണക്ക് അവതരിപ്പിക്കാം. കേട്ടോ കൃഷ്ണരാജ്, കേൾക്കണോ? അത് 2014 നരേന്ദ്രമോദി ഇന്ത്യയിൽ അധികാരത്തിലിരുന്നത് വരെ നമ്മുടെ രാജ്യത്ത് 7 എയിംസുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇന്ന് നമ്മുടെ രാജ്യത്ത് 23 എയിംസ് ആണ്. അതായത് 2014-നും 26-നും ഇടയിൽ 12 വർഷത്തിനിടയിൽ എത്ര എയിംസുകൾ കൂടി? 17 എയിംസുകൾ ഈ സർക്കാർ കൊണ്ടുവന്നിരിക്കുകയാണ്. അതായത് മോഡി പ്രധാനമന്ത്രി ആകുമ്പോൾ ഇന്ത്യയിൽ 7 എയിംസേ ഉണ്ടായിരുന്നുള്ളൂ. അതിൽ 3 എണ്ണം വാജ്പേയി അംഗീകരിച്ചതാണ്. അപ്പൊ കോൺഗ്രസ്സുകാർ എത്ര എയിംസ് നമ്മുടെ രാജ്യത്ത് കൊണ്ടുവന്നു എന്ന കണക്ക് തൗഫീക്ക് നോക്കുക. അപ്പൊ 7-ൽ നിന്നും 23 ആക്കിയിട്ടുണ്ടെങ്കിൽ അത് കേരളത്തിൽ തരും. കേട്ടോണ്ടിരിക്കുകയാണ്. ഇന്നല്ലെങ്കിൽ നാളെ വരും, മറ്റന്നാൾ വരും. 8 കേന്ദ്രമന്ത്രിമാരുണ്ടായപ്പോ എന്താ കൊണ്ടുവരാഞ്ഞല്ലോ? എയിംസ് വരും എന്ന് പറഞ്ഞാൽ എയിംസ് വരണം. കേരളത്തിൽ 8 കേന്ദ്രമന്ത്രിമാരുണ്ടായപ്പോൾ എന്താണ് കൊണ്ടുവരാഞ്ഞത്? 2004 മുതൽ 14 വരെ 8 കേന്ദ്രമന്ത്രിമാരുണ്ടായപ്പോൾ എന്തുകൊണ്ട് എയിംസ് കേരളത്തിൽ കൊണ്ടുവന്നില്ല?